الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا بسم الله الرحمن الرحيم وربك يخلق ما يشاء ويختار ما كان لهم الخيرة سبحان الله وتعالى عما يشركون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ സർവ്വലോക രക്ഷിതാവായ റഹ്മാനായ റബ്ബിന്റെ ആജ്ഞകളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും കഴിവിന്റെ പരമാവധി പുലർത്തിയും പാലിച്ചും അതിനുവേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചും മുന്നോട്ടു പോകണമെന്ന് പറയുന്ന എന്നോടും കേൾക്കുന്ന ഓരോരുത്തരോടും അർഹിക്കുന്ന ഗൗരവത്തിൽ സൂചിപ്പിക്കുകയാണ്. റഹ്മാനായ റബ്ബ് അവനെ പരിപൂർണാർത്ഥത്തിൽ ഉൾക്കൊണ്ട് ജീവിതം ക്രമപ്പെടുത്തി ഈമാൻ കെട്ടി ഭരിച്ച് സ്വർഗത്തിൽ ആദ്യാവസരത്തിൽ തന്നെ പ്രവേശനാനുമതി ലഭിക്കുന്ന യഥാർത്ഥ ഭാഗ്യവാന്മാരിലും ഭാഗ്യവതികളിൽ നമ്മെല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് തനിക്ക് നൽകപ്പെട്ട ഏത് ഒരു ഉപകാരങ്ങൾക്കും തിരിച്ചങ്ങോട്ട് നന്ദിയും കടപ്പാടും ഉണ്ടാവുക എന്നത് നാം നിലനിർത്തി പോരേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ നന്ദി കാണിക്കേണ്ടതും നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിട്ടുള്ളതും ആരോടാണെന്ന് ചോദിച്ചാൽ പലപ്പോഴും നമുക്കൊക്കെ വ്യത്യസ്തങ്ങളായ ഉത്തരങ്ങൾ പറയാനുണ്ടാവും. എന്നേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്ന എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ ഇണ എന്ന ഉത്തരം ഒരുപക്ഷെ വന്നേക്കാം. ഞാൻ പറ്റേ ഇടങ്ങറായി നിൽക്കുന്ന സമയത്ത് സാമ്പത്തികമായി കൊണ്ട് എന്നെ സഹായിച്ച, എന്നെ ഒരു കരക്കടുപ്പിച്ച ഇന്ന ആൾ എന്നൊക്കെ പലപ്പോഴും നമുക്ക് പറയാനുണ്ടാവും. എന്നാൽ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും വിശുദ്ധ ഖുർആൻ നമ്മളോട് പഠിപ്പിക്കുകയാണ്, നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നന്ദി കാണിക്കേണ്ടതും കടപ്പെട്ടിട്ടുള്ളതും മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് എന്നതാണ് സത്യം. യഥാർത്ഥത്തിൽ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് വേണ്ടി അദ്ദേഹം സഹിച്ച ത്യാഗങ്ങൾ, നമുക്ക് വേണ്ടി അദ്ദേഹം ത്യജിച്ച കഥകൾ നമ്മൾ കേൾക്കേണ്ടതുണ്ട്.
ഒട്ടനേകം പ്രയാസങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ജീവിതത്തിൽ അനുഭവിച്ചു. തെല്ലുപോലും നല്ലൊരു സുഖത്തിലോ ആഡംബരത്തിലോ അള്ളാഹിന്റെ റസൂലിന്റെ ജീവിതം നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഭൗതികപരമായി ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളിലൂടെയും ഒക്കെ പ്രവാചകൻ പോയി. പിറന്നു വീണ നാടും വീടും കുടുംബവും എല്ലാം ഉപേക്ഷിച്ച് ഹിജറ പോയ ചരിത്രങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും. പ്രവാചകന്റെ ജീവചരിത്രം എവിടെ പരിശോധിച്ചു നോക്കിയാലും ത്യാഗങ്ങളുടെ കൂമ്പാരങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നതെങ്കിൽ സുഹൃത്തെ, അതൊക്കെ ആർക്ക് എന്ന ചോദ്യത്തിന് ഒരു ഉത്തരമാണ് നമുക്ക് കൂടെ വേണ്ടിയിട്ടാണ് എന്നത്. അന്ന് അള്ളാന്റെ റസൂൽ അത്രത്തോളം പ്രയാസങ്ങൾ അനുഭവിച്ചത് കൊണ്ടാണ് ഇന്ന് അൽഹംദുലില്ലാഹ് ഒരു സ്വീകാര്യയോഗ്യമായ മതത്തിന്റെ വക്താക്കളായി അള്ളാഹ്ക്കേറെ ഇഷ്ടമുള്ളൊരു ദീനിന്റെ കൂടപ്പിറപ്പുകളായിക്കൊണ്ട് സഹോദരങ്ങളെ മാറാനുള്ള തൗഫീഖ് റഹ്മാനായ റബ്ബ് നമുക്ക് നൽകിയത്. ഇതിനോളം വലിയ ഒരു നിഅമത്തും ദീനിനോളം വലിയ ഒരു നിഅമത്ത് ലോകത്തിലില്ല എന്ന് പറയുമ്പോൾ, ഒരു മനുഷ്യനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഉപകാരം അവനിക്ക് ദീൻ എത്തിച്ചു കൊടുക്കലാണെന്ന് പറയുമ്പോൾ, അതിന്റെ മുൻപിൽ നിന്ന് പ്രവർത്തിച്ച മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മറക്കാൻ നമുക്ക് എങ്ങനെയാണ് കഴിയുക? എങ്ങനെയാണ് കഴിയുക? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദീൻ എത്തിച്ചു തരിക മാത്രമല്ല, നമ്മളെക്കാൾ കൂടുതൽ സ്നേഹിച്ചവനാണ് നമ്മുടെ റസൂൽ. നമ്മുടെ ഉപ്പക്ക് നമ്മളോടുള്ള സ്നേഹത്തെക്കാൾ, ഉമ്മക്ക് നമ്മളോടുള്ള സ്നേഹത്തെക്കാൾ, നമ്മുടെ മാതാപിതാ അതേപോലെ തന്നെ നമ്മുടെ ഭാര്യക്കും ഭർത്താവിനും അതേപോലെ തന്നെ മക്കൾക്കൊക്കെ നമ്മളുള്ള സ്നേഹത്തെക്കാൾ ഏറെ നമ്മളെ സ്നേഹിച്ചവനാണ് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പഠിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല സുഹൃത്തുക്കളെ, എല്ലാ പ്രവാചകന്മാർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഗോൾഡൻ ചാൻസ് കൊടുത്തു. ലികുല്ലി നബിയിൻ ദഅവത്തുൻ മുസ്തജാബ. എല്ലാവർക്കും ഒരു അവസരം കൊടുക്കുകയാണ്. ആ അവസരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചോദിച്ചാൽ അവർക്ക് ചോദിച്ചത് എന്തത് കിട്ടുമെന്നാണ്. അള്ളാന്റെ റസൂലിന് എന്തെല്ലാം ചോദിക്കാമായിരുന്നു, അപ്പോഴും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ അവസരം നമുക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തിയെന്ന്. അഖ്തബിഉ ദഅവതി ശഫാഅത്തൻ ലി ഉമ്മതി യൗമൽ ഖിയാമ. ആരാരും തിരിഞ്ഞു നോക്കാൻ കഴിയാത്ത സ്വന്തം മാതാപിതാക്കളും ഇണകളും മക്കളും എല്ലാം നമ്മിൽ നിന്നും പിന്തിരിഞ്ഞു പോകുന്ന, എല്ലാവരും അവനവന്റെ തടി എന്ന ലക്ഷ്യത്തോടുകൂടെ മുന്നോട്ട് പോകുന്ന പരലോകത്ത് അവനിക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ എനിക്ക് കഴിയുമെങ്കിൽ അൽഹംദുലില്ലാഹ്, അതാണ് ഖൈർ എന്ന നിലക്ക് അള്ളാന്റെ റസൂല് പറയാ. ആരും തിരിഞ്ഞു നോക്കാനില്ലാത്ത ദിവസത്ത് നമുക്ക് വേണ്ടി വക്കാലത്ത് പറയാൻ, നമ്മളെ നരകത്തിൽ നിന്നും പടച്ച റബ്ബേ കാക്കണം അവനെ എന്ന് നമുക്ക് വേണ്ടി ശുപാർശ പറയാൻ അന്ന് എനിക്ക് തന്നാൽ മതി ആ അവസരം എന്ന നിലക്ക് നമുക്ക് വേണ്ടി അള്ളാന്റെ റസൂൽ ആ ദിവസത്തെ ആ സമയത്ത് മാറ്റിവെച്ചു എന്നാണ്. മാത്രമല്ല, നമ്മുടെ ഉമ്മ ആയിഷുമ്മ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് പോയിട്ട് പറയുന്നുണ്ട്, പ്രവാചകരെ എനിക്ക് വേണ്ടിയിട്ട് നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുമോ, എനിക്ക് വേണ്ടിയിട്ട് നിങ്ങളൊന്ന് പ്രാർത്ഥിക്കോ. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഇഗ്ഫിർ ലി ആയിഷത മാ തഖദ്ദമത് മിൻ ദംബിഹാ വമാ തഅഖറത് വമാ അഅലനത് വമാ അസ്റത്. എന്റെ ആയിഷ ജീവിതത്തിൽ മുൻപ് ചെയ്തതും പിന്നീട് ചെയ്തതും രഹസ്യമായി ചെയ്തതും പരസ്യമായി ചെയ്തതും എല്ലാം എന്റെ ആയിഷക്ക് പടച്ചോനെ നീ പുറത്തു കൊടുക്കണമെന്ന് പറഞ്ഞപ്പോ നമ്മുടെ ഉമ്മക്ക് വല്ലാത്ത സന്തോഷമായി. നമ്മുടെ ഉമ്മാന്റെ കണ്ണിന്ന് സന്തോഷത്തിന്റെ കണ്ണീര് വന്നു. പ്രവാചകന്റെ അടുക്ക് മടിയിലേക്ക് നമ്മുടെ ഉമ്മ ഇങ്ങനെ ചായ്ഞ്ഞു. ഉമ്മയോട് നമ്മുടെ പ്രവാചകൻ ചോദിച്ചു, ആയിഷ, എന്റെ ദുആ നിനക്ക് വല്ലാത്ത സന്തോഷം ഉണ്ടാക്കിയില്ലേ? എങ്ങനെ സന്തോഷിക്കാതിരിക്കും പ്രവാചകരെ? അള്ളാന്റെ പടപ്പിൽ വെച്ച അഷ്റഫുൽ ഖൽഖായ താങ്കളാണല്ലോ എനിക്ക് വേണ്ടി ചോദിച്ചത്. എന്താ ചോദിച്ചത്? നമ്മുടെ എല്ലാ പാപങ്ങളും പുറത്തു തരണമേ എന്നാണ് പ്രവാചകൻ പ്രാർത്ഥിച്ചത്. എന്തിനാ ചോദിക്കുന്നത്? പാപം പുറത്ത് കിട്ടിയാൽ സ്വർഗ്ഗം ഉറപ്പാണ് എന്നുള്ളത് കൊണ്ടാണ്. അത് ആയിഷമ്മക്കുള്ള പ്രാർത്ഥന അല്ല സുഹൃത്തെ, അവിടെ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. ആ സംഭവത്തിന് ശേഷം അള്ളാൻ റസൂൽ പറഞ്ഞ വാക്കെന്താണെന്നറിയോ? ഞാൻ എല്ലാ നമസ്കാര വേളകളിലും ഈ പ്രാർത്ഥന എന്റെ ഉമ്മത്തിലെ എല്ലാവർക്കു വേണ്ടിയും പ്രാർത്ഥിക്കുന്നു എന്നാണ്. അതിൽ ഞാനും നിങ്ങളും പെട്ടു. അള്ളാന്റെ റസൂല് റൂഹ് പിരിയുന്നത് വരേക്കും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂട്ടരെ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു വെച്ചിട്ടുണ്ട് എന്നതാണ്. അങ്ങനെ സദാ സമയങ്ങളിൽ നമ്മളെ ചിന്തിച്ച് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച ആ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആയിരിക്കണം ഒരു വിശ്വാസി തന്റെ സ്വന്തം ജീവിതത്തെക്കാൾ ഏറെ സ്നേഹിക്കേണ്ടത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയാ. അൻ-നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം.
വിശ്വാസികളാണോ അവർ സ്വന്തത്തെക്കാളേറെ അള്ളാന്റെ റസൂലിനെ സ്നേഹിക്കുമെന്ന് അല്ല പറയാണ്. ആ ക്വാളിറ്റി നമുക്കില്ലേ, നമ്മൾ യഥാർത്ഥ വിശ്വാസികളല്ല എന്നതാണ് സത്യം. സഹോദരങ്ങളെ, നമ്മുടെ മുൻഗാമികൾ അങ്ങനെയായിരുന്നു. സ്വന്തത്തെ മറന്ന് അള്ളാഹു റസൂലിനെ സ്നേഹിച്ചവരായിരുന്നു നമ്മുടെ മുൻഗാമികൾ. മഹാനായ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു ഉഹദിന്റെ രണാങ്കണ ഭൂമിയിൽ അദ്ദേഹം പറഞ്ഞൊരു പ്രഖ്യാപനമുണ്ട്. അദ്ദേഹം പറയാ, നഹ്രീ ദൂന നഹ്രിക്, പ്രവാചകരെ താങ്കളുടെ നെഞ്ചിന് മുൻപിൽ പരിചയെന്നോണം എന്റെ നെഞ്ചുണ്ട്. ആലോചിക്കണം, പ്രവാചകന്റെ നെഞ്ചകത്തേക്ക് വരുന്ന അമ്പുകൾ സ്വന്തം വിരിമാറ് നെഞ്ചകം വിരിച്ചു വെച്ച് തടുക്കാൻ മാത്രം ചങ്കൂറ്റം കാണിച്ച അത്രയേറെ പ്രവാചകൻ സ്നേഹിച്ച മഹാനുഭാവന്മാർ കടന്നുപോയി. ഉഹദിന്റെ രണാങ്കണത്തിൽ ഒരുപാട് തിരിച്ചടികൾ നേരിട്ട യുദ്ധമായിരുന്നു. ഒരു സഹോദരി ഓടി വരുന്നുണ്ട്. ആ സഹോദരിയുടെ പ്രിയപ്പെട്ട ഭർത്താവ് ആ യുദ്ധത്തിൽ മരണപ്പെട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ട പിതാവും മകനും ഒക്കെ മരണപ്പെട്ടു. ആ വാർത്ത അവർ അറിഞ്ഞിട്ടാണ് വരുന്നത്. ആ വരുന്നത് എന്തിനാണെന്നറിയോ? ഭർത്താവിനെ കാണാനല്ല. ആ വരുന്നത് എന്തിനാണെന്നറിയോ? ഉപ്പാനെയോ മകനെയോ നോക്കാനല്ല. എന്റെ പ്രവാചകൻക്ക് എന്തെങ്കിലും പറ്റിയോ? ആ സഹോദരിയുടെ ചോദ്യമാണ്. പ്രവാചകൻ സേഫാണെന്ന് അറിഞ്ഞപ്പോൾ ഇത് എനിക്ക് വളരെ ലോലമാണെന്ന് അവർ പറഞ്ഞു എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളിൽ നിന്നും ആവശ്യപ്പെട്ടതെന്തോ നമ്മുടെ മുൻഗാമികളുടെ ജീവിതത്തിൽ നമുക്കത് കാണാൻ കഴിഞ്ഞു എന്നതാണ്. സഹോദരങ്ങളെ, അത്രയൊന്നുമില്ല എങ്കിലും നമ്മളെ കൊണ്ട് ആ അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കണമെന്ന് പറയുമ്പോൾ അത് എന്താണ് മാനദണ്ഡം? നമുക്കിപ്പോൾ ഏതായിരുന്നാലും അള്ളാഹുവിന്റെ റസൂൽ നമ്മുടെ കയ്യെത്തും ദൂരത്തില്ല. പ്രവാചകന് ജീവിതം കൊടുത്തുകൊണ്ട് സ്നേഹിക്കാൻ ഇപ്പോൾ വകുപ്പില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾക്ക് എങ്ങനെയാണ് ആ പ്രവാചകനെ സ്നേഹിക്കാൻ കഴിയുക? അള്ളാഹുവിന്റെ റസൂൽ അതിനുള്ള സുന്ദരമായ മാനദണ്ഡം നമ്മളെ പഠിപ്പിച്ചു. മൻ അഹബ്ബ സുന്നതി ഫഖദ് അഹബ്ബനി, എന്റെ സുന്നത്തുകളെ ആരാണ് ഇഷ്ടപ്പെട്ടത് അവൻ എന്നെ ഇഷ്ടപ്പെട്ടു എന്നാണ്. വമൻ അഹബ്ബനി കാന മഈ ഫിൽ ജന്ന, അത് പ്രകാരം എന്നെ ആരാണോ ഇഷ്ടപ്പെട്ടത് അവൻ എന്റെ കൂടെ സ്വർഗത്തിലാ. ഞാനിവിടെ മരിച്ചു പോകുമ്പോഴേ നിങ്ങളെ പഠിപ്പിച്ച് എമ്പാടും സുന്നത്തുകളുണ്ട് അല്ലേ? വാക്കിൽ, നോട്ടത്തിൽ, പ്രവർത്തനത്തിൽ, നടത്തത്തിൽ, ഇരുത്തത്തിൽ, കടത്തത്തിൽ, എല്ലായിടങ്ങളിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾക്ക് മുൻഗണന കൊടുക്കാൻ നമുക്ക് കഴിയണം. പ്രവാചകന്റെ കൽപ്പനകളെ ശിരസാ വഹിക്കാൻ കഴിയണം. പ്രവാചകന്റെ നിരോധനങ്ങളെ ശിരസാ വഹിക്കാൻ കഴിയണം. പ്രവാചകന് വിലക്കിയോ? ഞാനത് ചെയ്യൂല. പ്രവാചകൻക്ക് ഇഷ്ടല്ലേ? എനിക്കത് വേണ്ട. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അടുക്ക ചെയ്യേണ്ടെന്ന് പറഞ്ഞോ? ഞാനത് ചെയ്യൂല. പ്രവാചകൻ അത് ചെയ്യണമെന്ന് പറഞ്ഞോ? ഞാനത് ചെയ്യും. പ്രവാചകൻക്ക് അത് ഇഷ്ടമാണോ? എങ്കിൽ ഇത് എനിക്കും അത് ഇഷ്ടമാണ്. പ്രവാചകന്റെ നിലപാട് ഈ വിഷയത്തിൽ ഇതാണോ? എങ്കിൽ എന്റെ നിലപാട് അതാണ്. പ്രവാചകൻ ഭാര്യയോട് സംസാരിച്ച രൂപം ഇതാണോ? എങ്കിൽ ഞാൻ എന്റെ ഭാര്യയോട് ഇങ്ങനെയാണ് സംസാരിക്കുക. പ്രവാചകൻ തന്റെ മാതാപിതാക്കളോട് ഇങ്ങനെ വർത്തിക്കണമെന്ന് പറഞ്ഞുവോ? എങ്കിൽ ഞാനും അങ്ങനെയാണ് വർത്തിക്കുക. അങ്ങനെ നമ്മുടെ ജീവിതത്തിന്റെ മുച്ചൂടു മേഖലകളിലും എന്നോട് എന്റെ പ്രവാചകൻ എന്ത് പറഞ്ഞുവോ അത് തേടി പിടിച്ചന്വേഷിച്ച് പഠിച്ചു വെച്ച് ജീവിതത്തിൽ പകർത്തുന്നവൻ അഹബ്ബനി, എന്നെ ഇഷ്ടപ്പെട്ടവനാണ്. അങ്ങനെ ഇഷ്ടപ്പെട്ടുവോ അവൻ എന്റെ കൂടെ സ്വർഗത്തിലാണ് എന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ പിൻപറ്റുന്നിടത്താണ് യഥാർത്ഥത്തിലുള്ള ആ ഒരു സ്നേഹം കടന്നു വരുന്നത് എന്നതാണ്. പക്ഷേ ഇന്ന് ആളുകൾ പ്രവാചക സ്നേഹത്തിന്റെ മാനദണ്ഡം മാറ്റിമറിച്ചു എന്നതാണ് സത്യം. പ്രവാചകന്റെ സുന്നത്ത് ജീവിതത്തിലില്ല. പ്രവാചകന്റെ ഒരു സംസ്കാരവും സംസാരവും ഒന്നും സ്വജീവിതത്തിൽ പകർത്താൻ എനിക്ക് കഴിയില്ല. അവർക്ക് പ്രവാചക സ്നേഹം എന്ന് കേൾക്കുമ്പോൾ ഇന്ന് പലപ്പോഴും റബീഉൽ അവ്വൽ 12 കാട്ടിക്കൂട്ടുന്ന ചില ആഘോഷങ്ങളിലേക്ക് അത് ചുരുങ്ങി. പ്രവാചക സ്നേഹം എന്ന് കേൾക്കുമ്പോൾ മഹാഭൂരിഭാഗം വരുന്ന മനുഷ്യന്റെ മനസ്സിലേക്കും വരുന്ന പദം നബിദിനാഘോഷമായി കൊണ്ടുമാറി. നഊദു ബില്ലാഹ്. നോക്കൂ നിങ്ങൾ, പുണ്യ റബീഇന് സ്വാഗതം നാം കാണുന്ന ഫ്ലക്സാണ്. മധുര വിതരണങ്ങൾ നടക്കുകയാണ്. പെരുന്നാളിനേക്കാൾ ഉത്തമമായ ദിവസം എന്ന് എഴുതി വെച്ചു. ലൈലത്തുൽ ഖദറിനേക്കാൾ ഏറെ പോരിശയുണ്ടെന്ന് പേജിലും സ്റ്റേജിലും ആലോകരെ പഠിപ്പിച്ചു. നഊദു ബില്ലാഹ്. എന്തൊരു വലിയ അക്രമമാണെന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. എന്നിട്ട് നോക്കൂ നിങ്ങൾ, പ്രവാചകനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് ഈ കൊടിയും വടിയും ഘോഷയാത്ര നടത്തുന്ന ആളുകളെ മൊത്തത്തിലും സ്കാൻ ചെയ്ത് നോക്കൂ. താടി വടിച്ചവർ, നിര്യാണിക്ക് താഴേക്ക് വസ്ത്രമിട്ടവർ, തട്ടമിടാത്ത പെണ്ണുങ്ങൾ അല്ലെങ്കിൽ മക്കനിയിടാത്ത പെണ്ണുങ്ങൾ,
അള്ളാന്റെ റസൂല് ഹറാമാണെന്ന് പറഞ്ഞ, പിശാചിന്റെ കുഴലൂത്താണെന്ന് പറഞ്ഞ മ്യൂസിക് ഏറ്റവും അത്യാധുനിക സൗകര്യത്തിലും സൗണ്ടിലും ഇട്ട് താളമാടുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഴിമുടക്കിയ ഏർപ്പാട് നിങ്ങൾ ചെയ്യരുതെന്ന് പറഞ്ഞപ്പോഴും മണിക്കൂറുകളോളം ചീറിപ്പായുന്ന ഹൈവേകൾ പോലും തടസ്സപ്പെടുത്തിയിട്ട് ഒരു പ്രവാചക സ്നേഹം. പ്രവാചകൻ എന്തു പറഞ്ഞുവോ അതിന് നേരെ എതിര് ചെയ്തു. ഞങ്ങൾ പ്രവാചകനെ ഇഷ്ടപ്പെടുന്നവനാണെന്ന് പറയുന്നത് എന്തൊരു വിരോധാഭാസമാണ് സഹോദര, എത്ര വലിയ വിരോധാഭാസമാണെന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. സുഹൃത്തുക്കളെ, ഇസ്ലാമിൽ വല്ല അഡ്രസ്സും ഇതിനുണ്ടോ? എന്തിനത് ചെയ്യണത്? എന്തിനത് പണം കൊടുത്തത്? എന്താ ചെയ്യുന്നത്? ഇതൊരു വൈകാരികൾക്കപ്പുറത്ത് ഇത് എന്തിനാന്ന് ചോദിച്ചാൽ എല്ലാരും പറയും എന്തിനാ? സ്വർഗത്തിന് നല്ലേ, സ്വർഗത്തിന് നല്ലേ. സുഹൃത്തെ, സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കാൻ എന്തെങ്കിലും ചെയ്താലും മതിയോ? അതിനൊരു മാനദണ്ഡം ഇസ്ലാമിലില്ലേ? അതിനൊരു മാനദണ്ഡം ഉണ്ട് ഇസ്ലാമിൽ. ഏത് കാര്യങ്ങളും മഖ്ബൂലും മബ്റൂറുമായ അമലായിക്കൊണ്ട് മാറണമെങ്കിൽ 2 ഷർത്തുകളുണ്ട്. ഒന്ന്, ഇഖ്ലാസ് വേണം, ആത്മാർത്ഥത വേണം. ഇവിടെ ആത്മാർത്ഥത കുറവൊന്നുമില്ല, പക്ഷെ അവിടെ നിർത്തിയില്ല പ്രവാചകൻ. 2, ഇത്തിബാ വേണം. എന്താ അത്? അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച് തന്നിരിക്കണം. പഠിപ്പിക്കാത്തതെന്തും, അത് എത്ര വലിയ ലക്ഷ്യങ്ങൾ നമ്മൾ മുന്നിൽ കണ്ടിട്ടും സുഹൃത്തെ, അതുകൊണ്ട് നമുക്ക് രക്ഷയില്ല എന്ന് മാത്രമല്ല നഷ്ടമേ ഉണ്ടാവുകയുള്ളൂ എന്നും പ്രമാണങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇസ്ലാമിൽ 2 ആഘോഷങ്ങളേ ഉള്ളൂ. ഒന്ന് ചെറിയ പെരുന്നാളും, 2 ബലിപെരുന്നാളും. മറ്റൊന്നിന് ഫള് കൊടുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് മാത്രമേ അധികാരമുള്ളൂ. അല്ലാഹ് പറയുന്നുണ്ട്, റബ്ബുക യഖ്ലുഖു മാ യശാഉ വയഖ്താർ. നിന്റെ രക്ഷിതാവാണ് എല്ലാറ്റിനെയും സൃഷ്ടിക്കുന്നതും പലതിനെയും സെലക്ട് ചെയ്യുന്നതും. എന്തിനാ പലതിനെ സെലക്ട് ചെയ്യുക? മറ്റതിനില്ലാത്ത പോരിശ സെലക്ട് ചെയ്യാനുള്ള അധികാരം അത് റഹ്മാനായ റബ്ബിന് മാത്രമുള്ളതാണ്. വമാ കാന ലഹുൽ ഖീറ. മറ്റാളുകൾക്കും ഇന്നതിനേക്കാൾ പോരിശയുണ്ടെന്ന് പറയാൻ ലൈസൻസ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടില്ല എന്ന് പറയുമ്പോൾ പുണ്യ റബീഉ എന്ന് പറയാൻ സഹോദര എന്തെങ്കിലും ഒരു ലൈസൻസ് വേണമെങ്കിൽ ആര് പഠിപ്പിക്കണം? അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കണ്ടേ? നബി തങ്ങൾ ഇത് പഠിപ്പിച്ചു. ആത്മാർത്ഥമായി കൊണ്ട് ആലോചിക്കും. ഒരു പക്ഷെ ഇത് കേൾക്കുന്നവരിൽ വർഷങ്ങളായിക്കൊണ്ട് ഒരു പക്ഷെ ഇതിന്റെ പിന്നാലെ പോകുന്ന ആളുകൾ ഉണ്ടാവും. സുഹൃത്തുക്കളെ, മതത്തിൽ പാരമ്പര്യത്തിനല്ല തെളിവ്. നല്ലോണം ആലോചിക്കണം. മതത്തിൽ പാരമ്പര്യത്തിനല്ല തെളിവ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വന്നിട്ട് ഫിർഔന്റെ അടുക്കൽ തൗഹീദ് പറയുമ്പോ പറയുന്ന വാക്കെന്താണെന്നറിയോ? ഞങ്ങളെ കാക്കക്കാരന്മാരൊക്കെ എത്രയോ കാലങ്ങളായിക്കൊണ്ട് കൊണ്ടുനടന്ന കാര്യത്തെ ഒറ്റയടിക്ക് നിഷേധിക്കാണെന്ന് ചോദിച്ചത്. ആ ന്യായം സുഹൃത്തെ ന്യായമല്ല. മരിച്ചു പിരിയേണ്ടവരാ നമ്മൾ, ഖബറിൽ പോയി കിടക്കേണ്ടവരാ നമ്മൾ. അതുകൊണ്ട് ഇസ്ലാമായിക്കൊണ്ട് പഠിക്കണമെങ്കിൽ അതിന് തെളിവ് വേണം. അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, നിങ്ങളെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്നതും നരകത്തിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷ നൽകുന്ന ഒരു കടുക് മണിയോളം ആവലുണ്ടെങ്കിൽ അത് ഞാൻ പറഞ്ഞു തരാതിരുന്നിട്ടില്ല എന്നാണ്. അത് ഞാൻ പറഞ്ഞു തരാതിരുന്നിട്ടില്ല എന്നാണ്. അതുകൊണ്ട് അള്ളാന്റെ റസൂലിന്റെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. 13 വർഷം മക്കയിലും 10 വർഷം മദീനയിലും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചു. ഒരു പ്രവാചകനായി ജീവിച്ചു. ഒരു വർഷമെങ്കിലും ചെയ്തു. ഒരു വർഷമെങ്കിലും ചെയ്തോ? ലൈലത്തുൽ ഖദറിനേക്കാൾ പോരിശദിന് ഉണ്ടെന്ന് അള്ളാന്റെ റസൂലിന്റെ നാവിന്റെ തുമ്പത്ത് നമ്മൾ കേട്ടോ സുഹൃത്തേ? ഇല്ല. പിന്നെയും അവിടെ ചിന്തിക്കുമ്പോൾ പിന്നെ ആളുകൾ പറയുന്നത് എന്താണെന്നറിയോ? നല്ലതല്ലേ എന്ന് പറയാ. ആളുകൾക്ക് പിന്നെ ഭക്ഷണം കൊടുക്കുന്ന ഏർപ്പാട് ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ, ആളുകളെ സഹായിക്കല്ലേ ഞങ്ങൾ ചെയ്യുന്നത്, ഞങ്ങൾ നബിന് മദ്ഹ് പറയല്ലേ ചെയ്യുന്നത്, നബിന്റെ പേരിൽ ഒരല്പം സ്വലാത്ത് ഞങ്ങൾ അധികരിപ്പിക്കുകയല്ലേ ചെയ്യുന്നതെന്ന് പറയാ. നല്ലതല്ലേ എന്ന ന്യായം കൊണ്ട് സുഹൃത്തുക്കളെ എന്തെങ്കിലും ചെയ്യാൻ നമുക്കൊരു ലൈസൻസ് തന്നിട്ടില്ല. നല്ലതല്ലേ എന്ന് പറഞ്ഞ് ചെയ്യുന്നതിന്റെ ഗൗരവം നമ്മളെക്കാൾ ദീന് മനസ്സിലാക്കിയ മഹാരഥന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു തന്നു. ആരെങ്കിലും നിബിധങ്ങൾ പഠിപ്പിക്കാത്ത പുതിയ എന്തെങ്കിലും ദീന് കൊണ്ടുവന്നിട്ട് പറയാ യറാഹ ഹസന, അത് നല്ലതല്ലേ, അത് ഖുറാന്റെ പാരായണല്ലേ, അത് ദിക്റല്ലേ ഞങ്ങൾ ചൊല്ലുന്നുള്ളൂ, അതിന് ഹൽക്കല്ലേ ഞങ്ങൾ കൂടുന്നുള്ളൂ, അത് മദ്ഹല്ലേ പറയുന്നുള്ളൂ എന്ന് നല്ലതല്ലേ എന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഫഖദ് സഅമ, അവൻ വാദിച്ചു കഴിഞ്ഞു, അന്ന മുഹമ്മദൻ ഖാന റിസാല, നഊദു ബില്ലാഹ്, മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകത്വത്തിൽ വഞ്ചന കാണിച്ചവനാണെന്ന് പറയുന്നതിന് തുല്യമാണെന്ന. കാരണം എന്താ പറഞ്ഞേ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്ത് പറയാ ഞങ്ങൾക്കെല്ലാം പഠിപ്പിച്ചു. ഇവൻ പറയും എന്ത് നല്ലതാണ്. അവനർത്ഥം എന്താ? അതെന്താ? നബി തങ്ങൾക്ക് അറിയാത്തൊരു നല്ലത് ഇവന്റെ വക.
അത് എന്തിനു തുല്യാന്നാ പറഞ്ഞേ? നിബിതങ്ങൾക്കെതിരെ വാളോങ്ങുന്നതിന് തുല്യമാണ് എന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഏർപ്പാട് നമ്മൾ മനസ്സിലാക്കുക. അപ്പോഴും ഒരു ചോദ്യമുണ്ട്, ഇത് പിന്നെയും എവിടെ നിന്നായിരിക്കും ഇത് കടന്നു വന്നിട്ടുണ്ടാവുക? അത് പുത്തൻവാദികളും സൂഫികളുമായ ഫാത്തിമിയാക്കളിൽ നിന്നും കടമെടുത്ത് മുദഫർ രാജാവ് ഏറ്റുപിടിച്ച് അത് പതിയെ പതിയെ നമ്മുടെ കേരളക്കരയിലേക്ക് എത്തി എന്നതാണ് സത്യം. മഹാരഥന്മാരെ പണ്ഡിതന്മാർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ് നമ്മളെ പഠിപ്പിച്ചത്? മഹാരഥനായ മഹാന ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി, ഷാഫിഈ മദ്ഹബിലെ തന്നെ അഗ്രേസനായ പണ്ഡിതൻ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് എന്താണെന്നറിയോ? അസ്ലു അമലിൽ മൗലിദ് ബിദ്അഹ്, മൗലിദാഘോഷത്തിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞ് അത് പക്കാ ബിദ്അത്താണ്. അത് നബിക്ക് ഒരിക്കലും ഇഷ്ടമില്ലാത്തതോ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിക്കാത്ത തന്ന സംഗതിയാണ്. ലം തുൻകൽ അൻ അഹദിൻ മിനസ് സലഫിസ് സാലിഹ് മിനൽ ഖുറൂനി സലാസ, ആദ്യത്തെ 3 നൂറ്റാണ്ടിൽ നിന്നും ഇത് ഒരിക്കലും നല്ല നിലക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നാണ്. ഭക്ഷണം കൊടുക്കുന്ന ഏർപ്പാടിനെ കുറിച്ചിട്ട് മഹാനായ ഹാഫിൽ അബൂ സറഅ അൽ ഇറാഖി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് എന്താണെന്നറിയോ? ലാ നഅലമു ദാലിക വലൗ ബിഇത്ആമി ത്വആമി അൻ സലഫ്, മുൻഗാമികളിൽ നിന്നും റബീഉൽ അവൽ 12 വരുമ്പോ ഒരു ചെറിയ ഭക്ഷണ പൊതിയെങ്കിലും വിതരണം ചെയ്ത ഒരു ഏർപ്പാട് നമുക്ക് കാണാൻ കഴിയില്ല എന്നതാണ്. മഹാനായ ഇമാം ശാതിബി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഈ മാർഗത്തിൽ നാം പണം ചെലവഴിക്കുന്നുണ്ടെങ്കിൽ ആ പണം മുഴുവനും ഹറാമാണെന്ന് പോലും. ഫൽ ഇൻഫാഖു അലാ ഇഖാമത്തിൽ ബിദ്അ, ഒരു ബിദ്അത്തിനെ സ്ഥാപിക്കാൻ വേണ്ടി നാം ചെലവാക്കുന്ന പണമുണ്ടല്ലോ, ലാ യജൂസ്, അത് അവർക്ക് അനുവദനീയമല്ല എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, എങ്ങനെ ഇത് വന്നു എന്ന ചോദ്യത്തിന് മറ്റൊരു കാര്യം എന്താണെന്നറിയോ? നമ്മൾ പോലും അറിയാതെ നമ്മൾ പലപ്പോഴും മറ്റു മതസ്ഥരെ അനുകരിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഹൈന്ദവർക്ക് ശ്രീകൃഷ്ണ ജയന്തിയുണ്ട്, അത് ക്രിസ്ത്യൻ സഹോദരങ്ങൾക്ക് പിന്നെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അഥവാ അവരുടെ ദൈവം ജനിച്ചു എന്ന് പറയുന്ന ക്രിസ്മസ് ഉണ്ട്. ഇനിയിപ്പോ ആരവിടെ ബാക്കിയുള്ളത്? ഇപ്പൊ നമ്മളും അവരെ ഏറ്റുപിടിച്ചു. ഈ ഏറ്റുപിടിക്കുന്ന പരിപാടി എന്താ? റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പ് പറഞ്ഞു വെച്ച കാര്യമാണ്. ലതത്തബിഅന്ന സനന മൻ കാന ഖബലകും ശിബ്റൻ ബിശിബ്രിൻ വദിറാഅൻ ബിദിറാ. അല്ലാഹുവിന്റെ റസൂൽ പറയാ, ഇപ്പൊ നിങ്ങൾ ഉഷാറാ, പക്ഷെ കുറച്ചു കാലം കഴിഞ്ഞ് ടീം വരും. ഓലെ പ്രത്യേകം എന്താണെന്നറിയോ? നിങ്ങളുടെ നിന്ന് പഴച്ചു പോയ ആളുകളെ അവര് ചാണിന് ചാണായി മുഴത്തിന് മുഴമായി കൊണ്ടും പിൻപറ്റിക്കൊണ്ടേയിരിക്കുമെന്നാ. ഇന്ന് ഘോഷയാത്രകൾക്കെല്ലാം ഒരു പൊതു സ്വഭാവമുണ്ട്. അവിടെ ഉണ്ണിയേശു ഉണ്ടോ, ഇവിടെ ഉണ്ണി മുഹമ്മദ് വന്നിരിക്കുന്നു. ശരിക്കും പഠിച്ചു നോക്കി, ഇത് അള്ളാന്റെ റസൂലിന്റെ വാചക, അത് പുലർന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അതുകൊണ്ട് നമ്മൾ അന്ന് വിട്ടു നിൽക്കുക. തൗബ പോലും സ്വീകരിക്കൂല എന്ന് പറഞ്ഞു. നഊദു ബില്ലാഹ്. ഒരു ബിദ്അത്തുകാരൻ അള്ളാന്റെ റസൂൽ കാണിച്ചു തരാത്തൊരു സംഗതിയെ നല്ലതാണെന്ന് പറഞ്ഞു കൊണ്ട് നടക്കുന്നവൻ, അവൻ റഹ്മാനായ റബ്ബിലേക്ക് പടച്ചോനെ ഈ പാപം എനിക്കൊന്ന് പുറത്തു തരണേ എന്ന് പറഞ്ഞ് കൈകൾ നീട്ടിയാൽ ആ നീട്ടിയ കൈകളെ പോലും പടച്ച റബ്ബ് തിരിച്ചു കൊടുക്കൂല. തൗബ പോലും അവന്റെ സ്വീകരിക്കൂലെന്ന്. ഇന്നല്ലാഹ ഹജബ തൗബത അൻ കുല്ലി സാഹിബ് ബിദ്അത്തിൻ ഹത്താ യദഅ ബിദ്അതഹു, താൻ തുടങ്ങി വെച്ച ബിദ്അത്തിനെ ഒഴിവാക്കുന്നത് വരെ അല്ലാഹു അവന്റെ തൗബയ്ക്കുള്ളിൽ മറയിട്ട് കൊടുക്കുമെന്ന ഇവന്റെ മനസ്സിൽ ആ തൗബയിൽ നിന്നും അവൻ മടങ്ങിയിട്ടുണ്ട് എന്നതാണ്. പണ്ഡിതന്മാര് പറഞ്ഞു, മരുന്നു മാറി കുടിക്കുന്ന രോഗിയെ പോലെയാണ് ബിദ്അത്തുകാരനെന്നാണ്. ഇവന്റെ മനസ്സിലെന്താ? ഞാൻ രോഗത്തിന് മരുന്ന് കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷെ കുടിക്കേണ്ട മരുന്നല്ല കുടിക്കണത്. സ്വർഗം കിട്ടാൻ അധ്വാനിക്കണത്, പക്ഷെ സ്വർഗം കിട്ടാൻ വേണ്ടിയിട്ട് അധ്വാനിക്കേണ്ട ഏർപ്പാടല്ല അവൻ ചെയ്യുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇസ്ലാം വളരെ സിമ്പിളാണ്. ഇസ്ലാം വളരെ ലഘുവാണ്. ഒറ്റ മാനദണ്ഡമേ ഉള്ളൂ. അള്ളാന്റെ റസൂൽ ഇത് പഠിപ്പിച്ചോ? പ്രമാണങ്ങളിൽ അതുണ്ടോ? ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാം. ഇതില്ലാത്തത് കൊണ്ടാണ് സുഹൃത്തുക്കളെ പറയണത്. എത്ര സുന്നത്തുകൾ നമ്മൾ പഠിപ്പിക്കുന്ന മെമ്പറാണിത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളത് പറഞ്ഞുതരൂലേ? ഇതിലില്ല. അതുകൊണ്ട് നല്ലതല്ലേ എന്ന് പറഞ്ഞ് ചെയ്ത് നരകത്തിലേക്ക് പോയി പെടുന്നൊരു സാഹചര്യം ദയവ് ചെയ്ത് നമ്മൾ ഒഴിവാക്കുക. കൂടുതൽ പഠന വിധേയമാക്കുക വിഷയത്തെ. മുൻവിധിയില്ലാതെ വിഷയത്തെ സ്വീകരിച്ച് ഇത് സ്വർഗവും നരകവും തീരുമാനിക്കപ്പെടുന്ന വിഷയമാണെന്ന് മനസ്സിലാക്കി നല്ല പക്വതയോടുകൂടെ പാകതയോടുകൂടെ ഒരു ധാരണയുമില്ലാതെ അള്ളാഹുവിനെ ആത്മാർത്ഥമായി കൊണ്ട് പടച്ചോനെ ശരിയുടെ കൂടെ നിൽക്കാനുള്ള തൗഫീഖ് നൽകണേ എന്ന് വിചാരിച്ച് വിഷയത്തെ പഠിക്കാൻ നമ്മൾ ശ്രമിക്കുക. റഹ്മാനായ റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീൻ വസ്തഗ്ഫിറു മിൻ കുല്ലി ദം ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദ. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചും
കടപ്പെട്ടും കൊണ്ട് ജീവിക്കണമെന്ന് വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുകയാണ്. സുഹൃത്തുക്കളെ, മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നവർ എന്നുള്ള നിലയ്ക്ക് നമ്മളെല്ലാവരും കാത്തു സൂക്ഷിക്കേണ്ട പരമപ്രധാനമായ മറ്റൊന്നാണ് ആദർശ കണിശത എന്ന് പറയുന്നത്. തൗഹീദിൽ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം, അതിൽ മായം വന്നു പോകുന്നതിന് ശക്തമായ രൂപത്തിൽ ശ്രദ്ധിക്കുവാനും നിലപാടെടുക്കുവാനും നമുക്ക് കഴിയേണ്ടതുണ്ട്. ഒരു വിശ്വാസി അവൻ തന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ചൊല്ലാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ട 2 സൂറത്തിൽ, ഒന്ന് സൂറത്തുൽ ഇഖ്ലാസും മറ്റൊന്ന് സൂറത്തുൽ കാഫിറൂനാണ്. രണ്ടും തൗഹീദിന്റെ വജ്രായുധങ്ങളാണ്. അത് എന്തിനെ അങ്ങനെ പഠിപ്പിച്ചെന്ന് ചോദിച്ചാൽ അതിന്റെ അർത്ഥതലങ്ങൾ പരിശോധിക്കുന്ന ഒരാൾക്ക് മനസ്സിലാക്കി പറ്റും. അവന്റെ തൗഹീദിന്റെ കറകളഞ്ഞ നിലപാടവന്റെ മനസ്സിൽ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഖുലിയായുൽ കാഫിറിന് ഓതാൻ വേണ്ടി പറഞ്ഞത്. എന്താ അതിന്റെ അർത്ഥം? ഖുൽ, നബിയെ പറയണം, യാ അയ്യുഹൽ കാഫിറൂൻ, അല്ലയോ സത്യനിഷേധികളെ, ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്നവനെ ആരാധിക്കാൻ എന്നെ കിട്ടൂല. വല അൻതും ആബിദൂന മാ അഅ്ബുദു, ഞാൻ ആരാധിക്കുന്നു നിങ്ങളും ആരാധിക്കുന്നവരല്ല. വല അന ആബിദും മാ അബത്തും, വീണ്ടും പറയാ, നിങ്ങൾ ആരാധിച്ചതിന് ആരാധിക്കുന്നവനല്ല ഞാൻ. വല അൻതും ആബിദൂന മാ അഅ്ബുദു, കട്ടക്ക് പറയാണ്, ക്ലിയർ കട്ടായി കൊണ്ട് പറയാണ്, വളരെ കണിശമായിക്കൊണ്ട് നിലപാടെടുത്തിട്ട് പറയാ, ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ മതം അനുസരിച്ച് ജീവിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്, പക്ഷെ എന്നെ അതിന് കിട്ടൂല. വലിയ ദീൻ, എനിക്കൊരു മതമുണ്ട്, അതിന്റെ പേര് ഇസ്ലാം എന്നാണ്, അതിനൊരു ആദർശമുണ്ട്, അതിന്റെ മുഖച്ഛായ അത് തൗഹീദാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം കൊടുക്കേണ്ടതിൽ എന്തെങ്കിലും ഒന്ന് അപ്പുറത്തേക്ക് കൊടുക്കാൻ എന്നെ കിട്ടൂല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇത് കൃത്യമായി കൊണ്ട് മനസ്സ് തട്ടി പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുന്ന നമ്മൾ ഒരു ബഹുമത സമൂഹത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നവർ എന്ന നിലയ്ക്ക് നല്ലോണം ശ്രദ്ധിക്കണം. അന്യമതസ്ഥരുടെ മതപരമായ ഒട്ടേറെ ആഘോഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു നാട്ടിലാണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. നിലവിൽ ഓണവുമായി ബന്ധപ്പെട്ട ചർച്ചയിലാണുള്ളത്. ഈ 2 മാസം കഴിഞ്ഞാൽ ക്രിസ്മസ് വരാനിരിക്കുന്നു. ഓരോ ആഴ്ചകളിലും വ്യത്യസ്തങ്ങളായ മറ്റു മതസ്ഥരുടെ ആഘോഷങ്ങൾ, ഒരു ഘോഷയാത്രയാണ്. നമുക്കാകെയുള്ളത് ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും മാത്രമാണ്. അപ്പോ ഒരു ആഘോഷ തിമർപ്പിന് വേണ്ടി മനസ്സിങ്ങനെ കൊതിക്കുമ്പോൾ അവന്റെ മുമ്പിലേക്ക് ഈവന്റുകൾ ഇങ്ങനെ വരും, ഓരോ സാഹചര്യങ്ങളും വരും. പക്ഷെ അത് ശിർക്കൻ ആശയങ്ങളാണെന്ന് മനസ്സിലാക്കാൻ സുഹൃത്തുക്കളെ നമ്മൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് മറ്റൊരു മതം എന്ന് പറയുമ്പോൾ അതിൽ ബഹുദൈവ വിശ്വാസത്തിന്റെ ലാഞ്ചനയില്ലാത്ത എന്തെങ്കിലും ഒന്നുണ്ടാകും. ആലോചിക്കണം. മതപരമായ ഒരു കാര്യം എന്ന് പറയുമ്പോൾ അപ്പൊ സാധാരണ പറയും ഓണം എന്നുള്ളത് അത് കേരളത്തിന്റെ ഉത്സവമല്ലേ എന്ന്. അത് പറയാൻ സുഖമാണ്. പക്ഷെ അത് നടത്തുന്നതിന്റെ പണ്ഡിതന്മാർ അവരുടെ കിതാബുകൾ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഓണം എന്ന് പറഞ്ഞാൽ അത് കേരളത്തിന്റെ ഉത്സവമല്ല, അതിന്റെ പിന്നിൽ കൃത്യമായ ചില ആശയങ്ങളുണ്ട്, കൃത്യമായ ചില ആദർശങ്ങളുണ്ട്. ആ ആദർശങ്ങൾ ഏതായിരിക്കും? സ്വാഭാവികമായിട്ടും ബഹുമതത്തിൽ നിന്ന് ഉയർന്നു വരുന്ന ഒരു ആദർശം എന്ന് പറയുമ്പോൾ സുഹൃത്തുക്കളെ, അത് തീർത്തും ശിർക്ക് ഉണ്ടാവൂലേ. അപ്പൊ അതിനോട് നമ്മൾ എങ്ങനെയാണ് രാജിയാവുക? അതിനെങ്ങനെയാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക? അതുകൊണ്ട് അത്തരത്തിലുള്ള യാതൊരുവിധ ആഘോഷങ്ങളിലും യാതൊരുവിധ പങ്കും നമ്മുടേതില്ല എന്നുറപ്പ് വരുത്താൻ കഴിയുന്നിടത്താണ് നാം സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കുന്നു എന്ന് പറയുന്നതിൽ കൂറുണ്ടാവുക. സുഹൃത്തുക്കളെ, നമ്മുടെ സാന്നിധ്യം അത്തരം ആഘോഷങ്ങൾ ഉണ്ടാകരുത്. നമ്മുടെ പ്രോത്സാഹനം അതിനുവേണ്ടി ഉണ്ടാകരുത്. നമുക്ക് റഹ്മാനായ റബ്ബ് നൽകുന്ന ഹലാലായ സമ്പാദ്യത്തിന് ആൺനോക്കിയിട്ട പോലും അതിലുണ്ടാകരുത്. ഒരു ആശംസ പോലും നമ്മുടെ ഭാഗത്ത് അതിലേക്ക് വരരുത്. ആളുകളുടെ സ്റ്റാറ്റസുകൾ ചീറിപ്പായാണ് അല്ലേ? വിഷ് യു ഹാപ്പി ഓണം, വിഷ് യു ഹാപ്പി ക്രിസ്മസ് എന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയ ചെറിയ സ്റ്റാറ്റസ് വീഡിയോകളൊക്കെ കാണാം. നമ്മളൊക്കെ ഒന്നാണെന്നൊക്കെ പറഞ്ഞിട്ട് മതം പരസ്പരം കൈമാറ്റം ചെയ്തിട്ടുള്ള ഒരു യൂണിറ്റ് നമുക്ക് വേണ്ടതില്ല. മനുഷ്യ സൗഹാർദ്ദമാകാം, മതസൗഹാർദ്ദം എന്നൊന്നും നമുക്കില്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കുക. ഇന്ന് വിദ്യാലയങ്ങളിലും മറ്റു സ്ഥാപനങ്ങളിലുമൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആഘോഷം നടക്കുകയാണ്. ഒരുപാട് ആഘോഷങ്ങളാണ്. കുട്ടികളൊക്കെ ആഘോഷങ്ങളുടെ പിന്നാലെയാണ്. ഈ ആഘോഷം ബഹുദേവിന്റെ നരകത്തിൽ തന്നെ കാലാകാലം കൊണ്ടുപോയി കിടത്തുന്ന ശിർക്കിന്റെ ആശയത്തിൽ നിന്നും വരുന്നൊരു സംഗതിയാണെന്ന ബോധമൊന്നുമില്ലാതെ നമ്മുടെ കുട്ടികളൊക്കെ എന്റെ മുൻപിലാണ്. അവരാണ് പലപ്പോഴും അതിന്റെ ഇമാമുമാര്. ആലോചിക്കങ്ങള്, മഫ്തയിട്ട് സെറ്റുസാരി എടുത്ത് പോകുന്ന സഹോദരിമാർ, സെറ്റ് കൊണ്ടെടുത്ത് അതിന്റെ പിന്നാലെ പോകുന്ന മുസ്ലിം ചെറുപ്പക്കാർ. ആലോചിച്ചു നോക്കണം. നമ്മൾ അള്ളാന്റെ റസൂല് പറയാ, ഒരു കാര്യം ചെയ്യണമെന്നില്ല. മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. മറ്റു മതസ്ഥരോട് നമ്മളൊന്ന് സദൃശ്യപ്പെട്ടാൽ പോലും
നമ്മളെ പടച്ചുകൊണ്ടാണ് അവരുടെ കൂട്ടത്തിൽപ്പെട്ടവരാണെന്നാണ്. ഇത്ര നല്ലൊരു മതവും ഇത്ര നല്ലൊരു ആശയും ഒക്കെ തന്നിട്ടേ സ്വർഗത്തിൽ നിന്ന് കൊടുത്താൽ മതി പോകാൻ പറ്റുന്നൊരു നല്ലൊരു കൃത്യമായ റൂട്ടിൽ നമ്മൾ നിന്നിട്ട് സുഹൃത്തേ, നമ്മുടെ ചെറിയ ഒരു അശ്രദ്ധ കൊണ്ട് ഈ സ്വർഗം നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല. നാളെ ഉയർത്തെഴുന്നേൽപ്പിന്റെ സമയത്ത് നമ്മളങ്ങനെ മാടി വിളിക്കുമ്പോ പറയാണ് അവര് വിളിക്കേണ്ടതില്ല, അവര് വേറെ ടീമാണെന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയൊരു നിന്ദ്യത എന്താ സുഹൃത്തുക്കൾ നമുക്കുള്ളത്? അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ നാം ശ്രദ്ധിക്കുക. ബോധ്യപ്പെടണം, നമുക്ക് ദീനോട് കൂറുണ്ടാകണം. നമുക്ക് ഈ തൗഹീദിന് വേണ്ടിയിട്ട് സ്വന്തം ജീവിതം വരെ ബലി അർപ്പിച്ച ആളുകളാണ് നമ്മുടെ മുൻഗാമികൾ. നമുക്ക് ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റിന് പോലും മനസ്സുറക്കുന്നില്ലെങ്കിൽ ഈ ദീന് നാം ഇട്ട വില എന്താണ് നമ്മൾ മനസ്സിലാക്കുക. ആളുകളെ വെറുപ്പിക്കലാവൂല എന്നാ പറയാ, അയൽവാസികളെ പിണക്കലാവൂല എന്നാ പറയാ. എങ്ങനെ അതിന്റെ ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. സുഹൃത്തുക്കളെ ബോധ്യപ്പെടുത്തിയാൽ അവർക്ക് നമ്മളോട് ബഹുമാനം ഉണ്ടാകും. വളരെ മാന്യമായി സുഹൃത്തെ, നിന്റെ വീട്ടിൽ സാധാരണ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കാൻ എനിക്കൊരു വിരോധമില്ല, ഒരു വിരോധമല്ല. നീ നോർമൽ ഉണ്ടാക്കുന്ന ഭക്ഷണം അവിടെ ഒന്ന് കഴിക്കാൻ പ്രശ്നമില്ല. പക്ഷെ ഇന്നത്തെ ഈ ഭക്ഷണം അത് നിങ്ങളുടെ മതത്തിന്റെ ആചാരവുമായി ബന്ധപ്പെട്ടതാണ്. ഒരു എന്താ പറയാ, ഒരു ശിർക്ക് അല്ലെ, ഒരു ബഹുദൈവ വിശ്വാസവുമായി ബന്ധപ്പെട്ട സംഗതി. അത് പറ്റൂല, അതിന്റെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. അങ്ങനെ പറഞ്ഞു നോക്കൂ. നമ്മൾ അവർ ബഹുമാനിക്കും, നമ്മൾ അവരെ ആദരിക്കും, നമ്മൾ അവർ റോൾ മോഡലായി കൊണ്ട് കാണും. ആ സുഹൃത്തിന് കൊടുക്കേണ്ട, മൂപ്പർക്കതില്ല. ഏതുപോലെ നമ്മൾ പലപ്പോഴും സാധാരണ നമ്മുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അന്യമത സുഹൃത്തെന്ന് കരുതുക. അവർ മാലയിട്ടാൽ അവർ അവരുടേതായ ചില ചിട്ടവട്ടങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മുടെ വീട്ടിലെ ഭക്ഷണം അവർ സ്വീകരിക്കാറില്ല. നമുക്ക് വല്ല വിരോധമുണ്ടോ? നമുക്കൊരു വിരോധമല്ല. പക്ഷെ നമ്മളുടെ മനസ്സിൽ പിശാച് തോന്നിപ്പിക്കുന്നു ചില കാര്യങ്ങൾ. അങ്ങനെ നിലപാടെടുത്താൽ ഓരെന്താ കരുതുക? ഒരു കരുതലുള്ള സുഹൃത്തെ, വളരെ സിമ്പിളാണ്. ഇനി അപ്പൊ എന്തെങ്കിലും ഉണ്ടെന്നെ കരുതുക, അതെങ്കിലും നമ്മളൊന്ന് സഹിക്കണ്ടേ? ദീനിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ സഹിച്ചു എന്ന് പറയാൻ നമുക്ക് എന്തെങ്കിലുമൊക്കെ വേണ്ടേ? അതുകൊണ്ട് സുഹൃത്തെ, ആരൊക്കെ പിണങ്ങിയാലും ആർക്കൊക്കെ അത് പ്രയാസമുണ്ടായാലും നമുക്ക് വലുത് അള്ളാഹുവിന്റെ റസൂലാണ്, അവന്റെ ദീനാണ്, പോയി കിടക്കാനുള്ള ഖബറാണെന്ന് മനസ്സിലാക്കി നമ്മൾ നല്ല നിലക്ക് മുന്നോട്ട് പോവുക. ഇതിന്റെ അർത്ഥം അന്യമതസ്ഥരെ നോക്കണ്ടെന്നോ അവരെ ശ്രദ്ധിക്കണ്ടെന്നോ അവരോട് ചിരിക്കണ്ടെന്നോ അവരെ പ്രയാസപ്പെടുത്തുന്ന ഒന്നുമല്ല. മതസൗഹാർദ്ദമേ വിലക്കിയിട്ടുള്ളൂ, മനുഷ്യ സൗഹാർദ്ദത്തെ ഇസ്ലാം ഒരിക്കലും വിലക്കിയിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ അയൽവാസി ഒരു അന്യമതസ്ഥനാണോ, അവർക്ക് വേണ്ട എല്ലാ പുണ്യകർമ്മങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റുന്ന നന്മകൾ നമുക്ക് ചെയ്തു കൊടുക്കാൻ ഇസ്ലാം നമ്മൾ വിലക്കുന്നില്ല. പക്ഷേ അതേ അയൽവാസിയിൽ നിന്നും മതപരമായ ഇത്തരം ആഘോഷവുമായി ബന്ധപ്പെട്ട സംഗതികൾ വരുമ്പോൾ അത് ബ്ലോക്ക് ചെയ്യാൻ നമ്മൾ പഠിക്കണം. ഒരു നാണയത്തിന് ഇരുതലകളുള്ളതുപോലെ, ഇരുപുറങ്ങളുള്ളതുപോലെ നമ്മളെന്ന നാണയം അതിന്റെ കൃത്യമായ നിലപാട് പറഞ്ഞിരിക്കണം. നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായ നിലപാടെടുത്ത് മുന്നോട്ട് പോകണം. തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏത് അവസ്ഥയിലും തൗഹീദിനെ ബലിയർപ്പിക്കാതെ അതിനെ നെഞ്ചകത്തേക്ക് കയറ്റിവെച്ച് എന്തൊരു കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഇതെന്റെ പ്രവാചകൻ പഠിപ്പിച്ചതാണോ എന്നൊന്ന് പഠിച്ച് മനസ്സിലാക്കി അത് കൃത്യതയോടുകൂടെ ബോധ്യപ്പെട്ടാൽ ഇത് ചെയ്യുന്ന യഥാർത്ഥ ഭാഗ്യവാന്മാരിൽ ഭാഗ്യവതികളിൽ റഹ്മാനായ റബ്ബ് നമ്മെല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും വന്നു പോയിട്ട് ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകളും കുറ്റങ്ങളും വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. അല്ലാഹുവേ, രോഗികളായും മറ്റുമൊക്കെ ഒരുപാട് പ്രയാസങ്ങൾ കഷ്ടതകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കൾ, സഹോദരിമാർ, ഉമ്മ പെങ്ങന്മാർ, അല്ലാഹുവേ അവരുടെ എല്ലാവരുടെയും പ്രയാസം ദൂരീകരിക്കണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഉ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين.